ഹായ് ഹലോ. അപ്പോൾ നമ്മളിതാ രാവിലെ എണീറ്റു, നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ഹോട്ടൽ ചെക്ക് ഔട്ട് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി. ലൂട്ടനിലാണ് നമ്മൾ സ്റ്റിൽ, നിങ്ങൾ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഇന്നലെ ഓണപ്പരിപാടി കഴിഞ്ഞിട്ട് ഇവിടെയാണ് സ്റ്റേ ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മളെ എയർപോർട്ട് ഔട്ട്ഫിറ്റ് പ്ലസ് ദി ജാക്കറ്റ്. കാരണം വിൻ്റർ തുടങ്ങി മക്കളെ, ചെറുതായിട്ട് തണുപ്പൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ടൈം ഉണ്ട് കേട്ടോ, നമ്മളെ ഫ്ലൈറ്റ് 3:50 ഇപ്പോഴാണെങ്കിൽ ടൈം 10 ആയിട്ടുള്ളൂ. നമുക്ക് ഇഷ്ടം പോലെ ടൈമുണ്ട്, കാരണം ഇവിടെ ചെക്ക് ഔട്ട് ടൈം 10 ആയിരുന്നു കേട്ടോ. പിന്നെ ഹോട്ടലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1 നൈറ്റ് സ്റ്റേക്കൊക്കെ പറ്റിയ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ഹോട്ടലാണ്. ഭയങ്കര സ്പേഷ്യസ് അല്ലെങ്കിലും അത്ര കൺജസ്റ്റഡ് അല്ല. ഞങ്ങൾക്ക് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. പ്രൈസും ഈ പറഞ്ഞ പോലെ 42 പൗണ്ട് ആയിരുന്നു. അതിൽ 40 പൗണ്ട് റൂമിൻ്റെയും 2 പൗണ്ട് നമ്മൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തതാണ്. ലൈക്ക് ഇപ്പം നമുക്ക് ലാസ്റ്റ് മിനിറ്റിൽ റൂം ക്യാൻസൽ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ക്യാഷ് തിരിച്ചു കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളായിരുന്നു കേട്ടോ. Booking.com നിന്നാണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തത്. പിന്നെ അവിടുത്തെ സ്റ്റാഫുകളുടെ സർവീസും അടിപൊളിയായിരുന്നു, നല്ല ബിഹേവിയർ ആയിരുന്നു, ഒരു കംഫർട്ടബിൾ ആയിരുന്നു നമുക്ക് കേട്ടോ. ഒരുപാട് മലയാളികളുടെ റീൽസിൽ കണ്ട ഒരു റെസ്റ്റോറൻ്റാണ് ഈ തീൻമീഷ്. അപ്പോൾ ഇവിടെ നിന്ന് ആവാം ഇന്നത്തെ ഫുഡ് എന്ന് കരുതി അങ്ങോട്ട് ഇറങ്ങിയതാണ്. പക്ഷേ ഞങ്ങളുടെ ബാഡ് ലക്ക് എന്ന് പറഞ്ഞപ്പോൾ അതന്ന് ഈവനിങ് ആണ് ഓപ്പൺ ചെയ്യുള്ളൂ എന്ന് കൊടുത്തുക്കുന്നു. പിന്നെ നേരെ അടുത്ത സ്പോട്ട് നോക്കി നടന്നപ്പോഴാണ് ഈ കേരള ഹട്ടിനെ കുറിച്ച് കേട്ടത് കേട്ടോ. എൻ്റെ ഇവിടെ ഉള്ളൊരു ഫ്രണ്ടാണ് പറഞ്ഞത് ഇവിടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അൺലിമിറ്റഡ് ആണെന്ന് ഫോർ 8.99 പൗണ്ടിന്. അപ്പോൾ പിന്നെ എന്തായാലും അങ്ങോട്ട് കയറി നോക്കാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഒരു ബൊഫേ സെറ്റപ്പാണ്. അവിടെ സാമ്പാറുണ്ട്, പിന്നെ ഇഡ്ഡലി, ഉപ്മ, കോഫി, ചായ, ചമ്മന്തി, വട, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ അതുപോലെ ലൈവായിട്ട് അവർ നമുക്ക് പൂരി, ദോശ അങ്ങനത്തെ കാര്യങ്ങളും ചെയ്തു തരുന്നതാണ് കേട്ടോ. എന്തായാലും നമുക്ക് ഇന്ന് ഉച്ചയ്ക്കത്തെ ലഞ്ച് ഉണ്ടാവില്ല, കാരണം നമ്മളെ ഉച്ചയ്ക്കത്തെ ഫുഡിൻ്റെ ടൈമിലാണല്ലോ നമ്മളെ ഫ്ലൈറ്റ്. അപ്പോൾ ഈ ഫുഡ് 2 നേരത്തിനും കൂടിയിട്ടുള്ള കേട്ടോ. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട്, പിന്നെ ഒന്നും നോക്കില്ല, അങ്ങോട്ടെല്ലാം എടുത്തു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മെനു ആണിത്. ഈ ഇഡ്ഡലി, ചട്നി, സാമ്പാർ അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇഡ്ഡലി അത്ര സോഫ്റ്റ് ആയിരുന്നില്ല, പക്ഷെ എന്നാലും എനിക്കിഷ്ടമായി. കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ മെനു ഇഷ്ടമാണെന്ന്. പിന്നെ ഇതാണ് അവർ ലൈവായിട്ട് കൊണ്ടുവന്ന ദോശ, പൂരി, പിന്നെ ഇതിനെന്തോ ഉത്തപ്പം എന്നെന്തോ പറഞ്ഞു അവർ. അത് എനിക്കിഷ്ടമല്ല അങ്ങനത്തെ സാധനങ്ങൾ, അതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്തില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഇതുണ്ടോ, ഈ യൂണിവേഴ്സിറ്റി ഓഫ് ബെഡ്ഫോർഡ്ഷയർ ഒരുപാട് മലയാളികൾ പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. എൻ്റെ അടുത്ത് അങ്ങനെയാണ് പറഞ്ഞത്. ഓക്കെ, സോ അതുകൊണ്ടാണ് തോന്നുന്നു ലൂട്ടനിൽ ഒരുപാട് മലയാളികളുണ്ട്. അത് ഇന്നലെ പരിപാടിക്ക് വന്നപ്പോൾ ഞാൻ കണ്ടതാണ്. ഇന്നലെ പരിപാടിക്ക് ഉണ്ടായിരുന്ന മോസ്റ്റ് ഓഫ് ദ പീപ്പിൾസ് ആർ ഫ്രം ലൂട്ടൻ. അങ്ങനെ ഇതാണ് അവിടെ ലൂട്ടൻ ബസ് സ്റ്റാൻഡ്.
സോ നമ്മൾ എയർപോർട്ടിലേക്ക് പോകേണ്ട ബസ് സ്റ്റോപ്പ് എങ്ങനെയാണെന്ന് നോക്കി. നമ്മൾ സിറ്റി മാപ്പറൊന്നും അവിടെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല കേട്ടോ, ഔട്ടർ ആയതുകൊണ്ട് തന്നെ. ഗൂഗിള് പിന്നെയും കുഴപ്പമില്ല. അങ്ങനെ നമുക്ക് എയർപോർട്ടിലേക്കുള്ള ബസ് കിട്ടി. ഇവിടെ ഔട്ടറിൽ എല്ലാവരുടെയും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ലൂട്ടനിൽ ബസ്സിൽ ക്യാഷ് എടുക്കും, കാർഡും എടുക്കും. £2 വരുന്നത്. നമ്മളിവിടെ £1.75 ആണ്, ഇവിടെ £2 വരുന്നത്. അങ്ങനെ എയർപോർട്ട് എത്തിയിട്ടോ, നമ്മൾ നേരെ എൻട്രി ചെയ്തു. ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ഇന്നലെ മുതൽ എല്ലാ പരിപാടിക്കും നേരത്തെയാണ്. ഇനി ഇതുപോലെ തന്നെ എപ്പോഴും ആയാൽ മതിയായിരുന്നു. അപ്പം നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ട്. നമുക്ക് 3:50 ഫ്ലൈറ്റ്. നമ്മൾ ഏകദേശം ഒരു 12:31 o'clock ആകുമ്പോഴേക്കും അവിടെ എത്തി. നമ്മളെ കൂടെ വേറൊരു ടീംസും കൂടി ഉണ്ട്, അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കുറച്ച് എയർപോർട്ട് റീൽസും എടുത്തു. നമ്മൾ വിസെയർ എന്ന് പറയുന്ന ആപ്പിൽ കയറിയിട്ട് വിസെയറാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പോൾ വേറെ തേർഡ് പാർട്ടി ആപ്പുകളിൽ നിന്ന് ഇതിലും റേറ്റ് കുറവിൽ കിട്ടും. പക്ഷേ ഇൻ കേസ് അവിടെ എത്തിയിട്ടെങ്ങാനും ഓവർ സോൾഡ് ആയിരുന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ക്യാൻസൽ ആവണ്ടെന്ന് കരുതി നമ്മൾ ആപ്പിൽ കയറി ഡയറക്റ്റ് ബുക്ക് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം 200 അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു, രണ്ടാൾക്കും കൂടിയിട്ട് അപ്പ് ആൻഡ് ഡൗൺ. പക്ഷെ നമ്മളപ്പം വരുന്ന ടീംസിന് അവർ കുറച്ച് നേരത്തെ ബുക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ 100 ഡൗണിലാണ് വന്നിട്ടുള്ളൂ കേട്ടോ, അപ്പ് ആൻഡ് ഡൗൺ രണ്ടാൾക്കും കൂടിയിട്ട്. നമ്മൾ പ്രയോറിറ്റി എടുക്കണമെങ്കിൽ എക്സ്ട്രാ £60 സംതിങ് ആണ് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ നമുക്കൊരു 10 kg ലഗേജ് ഉണ്ടാവും അപ്പ് ആൻഡ് ഡൗണിൽ. അപ്പോൾ നമ്മൾ പ്രയോറിറ്റി ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ 2 ക്യാരി ബാഗാണ്. അത് ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ കാണിച്ചില്ല, ഒരു ഷെൽഫ്, അതിൽ ഫിറ്റ് ആവണം നമ്മളെ ബാഗ്, അത്രേ ഉള്ളൂ. വേറെ കണ്ടീഷൻസ് ഒന്നുമില്ല. അവർ വെയിറ്റ് ഒന്നും തൂക്കി നോക്കില്ല. അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ക്യാഷ് കൊടുത്തും സീറ്റ് സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഒരുപാട് സീറ്റ് ബാക്കിയുണ്ടെങ്കിൽ കറക്റ്റ് 24 hours ആകുമ്പോൾ നമുക്ക് റാൻഡം സീറ്റുകൾ ചൂസ് ചെയ്യാൻ പറ്റും ഫ്രീ ആയിട്ട് കേട്ടോ. നമ്മൾ അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് സീറ്റ് ബാക്കിയുണ്ടായിരുന്നു. ആപ്പിൽ ഒരു ബോർഡിംഗ് പാസ് കാണിക്കും. പക്ഷെ നമ്മളത് അവിടുത്തെ ചെക്ക് ഇൻ ഡെസ്കിൽ കൊണ്ടുവന്ന് കാണിച്ചിട്ട് അവിടുന്ന് ഒരു ഫിസിക്കൽ ബോർഡിംഗ് പാസ് വാങ്ങണം. ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ കേട്ടോ. ഈ ഒരു മെഷീൻ ഇതെന്ന് വെച്ചാൽ നമുക്ക് സെൽഫ് ചെക്ക് ഇൻ ചെയ്യണമെങ്കിൽ സെൽഫ് ചെക്ക് ഇനും ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ ഇവരാണ് നമ്മളെ കൂടെ വരുന്ന ടീംസ്. വേറെ ആരുമില്ല, റിസീം സാലുമാണ്. ഞങ്ങൾ 4 പേരും കൂടിയിട്ട് ഒരാളെ പ്രയോറിറ്റി എടുത്തിട്ടുള്ളൂ, അതുവരാണ്. അതിലൊരു 10 kg ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അത്രയ്ക്കുള്ള ലഗേജ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് ലഗേജും അതിലുണ്ട്, അവരതും അതിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അവർ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്തു, അപ്പോൾ തന്നെ അവർ പ്രയോറിറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളോട് എടുക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ ചെക്കിനൊക്കെ കഴിഞ്ഞ് മേലെ കയറി. മേലെ ഡ്യൂട്ടി ഫ്രീയുടെ ഒരുപാട് ബ്രാൻഡഡ് ഷോപ്പുകളുണ്ടല്ലോ. പിന്നെ അതെല്ലാം നടന്ന സാമ്പിൾ നോക്കലായിരുന്നു പണി. ടൈം കളയണല്ലോ. അപ്പോൾ ഇതാ ഈ സ്ക്രീനിൽ കാണിക്കും എപ്പോഴാണ് നമ്മളെ ഗേറ്റ് ഓപ്പൺ ആവുക, ഗേറ്റ് ക്ലോസ് ആവുന്നതൊക്കെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവിടെയും വന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. നമുക്കിതിൻ്റെ ഉള്ളിൽ നിന്ന് വാട്ടർ വാങ്ങാൻ പറ്റുള്ളൂ, പുറത്തൊന്നും വാങ്ങാൻ പറ്റില്ല. കാരണം അവരത് ചെക്ക് ഇൻ ചെയ്യുമ്പോൾ ഉള്ളിലേക്ക് കടത്തി വിടില്ല. നമ്മൾ ബാഗിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, തൂക്കം നോക്കില്ലെങ്കിലും ഒരു സൈസ് നോക്കും. നല്ല വലുപ്പം തോന്നുന്നുണ്ടെങ്കിൽ അവർ സമ്മതിക്കില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം സൈസ് കുറച്ച് കൊണ്ടുവരാനായിട്ട് നോക്കണം കേട്ടോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ, കാരണം ഫ്ലൈറ്റ് നമ്മൾ നേരിട്ട് കാണാൻ പോവുകയാണ്. കാരണം ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കണക്ഷൻ ആയിരിക്കുമല്ലോ, എയർപോർട്ടിൽ നിന്ന് നേരെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കണക്ഷൻ ആയിരിക്കുമല്ലോ. ഫ്ലൈറ്റ് അങ്ങനെ അടുത്തുനിന്ന് കാണുന്നില്ല. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് നമ്മൾ ഗേറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നടന്നിട്ട് തന്നെയാണ് കേട്ടോ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഫ്ലൈറ്റ് അടുത്തുനിന്ന് കാണാൻ പറ്റും. പിന്നെ വിസെയർ ഒരു ചീപ്പസ്റ്റ് ഫ്ലൈറ്റാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ അടുത്തൊക്കെ ട്രാവൽ ചെയ്യാനൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കിട്ടുന്ന ഒരു ഫ്ലൈറ്റാണ് കേട്ടോ. നമുക്ക് റാൻഡം സീറ്റ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തടുത്തൊന്നും ആയിരിക്കില്ല കേട്ടോ സീറ്റ്സ് കിട്ടുക. കാരണം അത് അവർ തരുന്നതല്ലേ, ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷെ പ്രശ്നമില്ല, നമുക്ക് തൊട്ടടുത്ത സീറ്റിലേക്ക് മാറിയിരിക്കാം. ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് സീറ്റ്സ് വേക്കൻസി ഉണ്ടെന്ന്. അപ്പോൾ ഷെഫീഖക്ക് ഫ്രണ്ട് സൈഡിലൂടെ ആയിരുന്നു എൻട്രി, ഞങ്ങൾക്ക് ബാക്ക് സൈഡിലൂടെ ആയിരുന്നു. കാരണം 1 to 26 വരെയും ഫ്രണ്ട് ഡോറിലൂടെയും ബാക്കി ബാക്ക് ഡോറിലൂടെയാണ് കേട്ടോ. എവറി ടൈം ഐ എം സ്കാർഡ് ഓഫ് ദിസ് മൊമെന്റ്. ഈ ടേക്ക് ഓഫ് ചെയ്യുന്ന ടൈമും പിന്നെ ലാൻഡ് ചെയ്യുന്ന ടൈമും എനിക്ക് ഭയങ്കര പേടി കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം അതായത് എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഭയങ്കര ട്രാജഡി ആയിരുന്നു. പിന്നെ വേറെ സംഭവം കൂടി ഉണ്ട്. ഞാനും ഷെഫീഖും കൂടി ഒരുമിച്ചുള്ള ആദ്യത്തെ ഫ്ലൈറ്റുമാണ് കേട്ടോ. ആൻഡ് ഇറ്റ് വാസ് നൈസ്. ഒരു 3 hour ജേർണി ആയിരുന്നു കേട്ടോ. ആൻഡ് ഇത് കാലി, നമ്മൾ അവിടെ നിന്ന് പരിചയപ്പെട്ടതാണ്. അൽബേനിയക്കാരനാണ് കേട്ടോ. നമ്മളവിടെ ഒരു 7:55 എത്തിയത്. അൽബേനിയൻ ടൈം 7:55. നമ്മൾ UK അപ്പോൾ 6:55 ആയിരിക്കും. കാരണം 1 hour ബാക്ക് ആണ് കേട്ടോ UK. അങ്ങനെ സ്ഥലം ഞാൻ പറഞ്ഞൂലേ, അതെ, നമ്മൾ അൽബേനിയയിലേക്കാണ് വന്നിരിക്കുന്നത്. ഒരു 4 days ട്രിപ്പാണ് കേട്ടോ. 4 mornings and 3 nights അങ്ങനെയാണ് ട്രിപ്പ്. ഇറാൻ എയർപോർട്ടിലാണ് നമ്മൾ ലാൻഡ് ചെയ്തത്. അവിടെ നിന്ന് ഒരു ടാക്സി എടുത്തു. അവിടെ അടുത്ത് തന്നെ നമുക്ക് ടാക്സി സെൻറ്റർ ഉണ്ടായിരുന്നു. അങ്ങനെ ടാക്സി എടുത്തു. ടിറാന സ്ക്വയർ ഹോട്ടൽ, അതാണ് നമ്മൾ അന്ന് ബുക്ക് ചെയ്തിരിക്കുന്നത്. booking.com ബുക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. £39 ആയിരുന്നു for 1 night. അങ്ങനെ നമ്മൾ നേരെ ഹോട്ടലിലെത്തി, ചെക്ക് ഇൻ ചെയ്തു. ഇവിടെ വന്നിട്ടുള്ള ഫുൾ ഹോട്ടൽസും ബുക്ക് ചെയ്യുന്ന ടൈമിൽ പേ ചെയ്യേണ്ട ആവശ്യമില്ല. സ്പോട്ടിലെത്തിയിട്ട് പേയ്മെന്റ് ചെയ്താൽ മതി കേട്ടോ. ഇനി ഇവിടെ നമ്മൾ അങ്ങനെയാണ് പേയ്മെന്റ് ചെയ്ത്. നൈസ് റൂമായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ സർവീസും അടിപൊളിയായിരുന്നു. കാരണം നമ്മളിവിടെ എത്തുന്നത് വരെയും നമ്മൾ ഡയറക്ഷൻ അയച്ചു തന്നിട്ടും എന്തെങ്കിലും ഹെൽപ്പ് വേണോ, ടാക്സി വേണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടും
പിന്നെ ഇവിടെ എല്ലാ ഹോട്ടലും ബുക്ക് ചെയ്യുമ്പോഴും അവിടെ ഒരു ഷാമ്പു, ഒരു ബോഡി വാഷും ഉണ്ടാവും. നമ്മൾ ഫേസ് വാഷും ടൂത്ത് പേസ്റ്റും ബ്രഷും ഒക്കെ കൊണ്ടുവരണം കേട്ടോ. ഫോർ എ കൈൻഡ് നോളേജിനാണ് ഞാൻ ഈ പറഞ്ഞത്. ഓക്കെ, അങ്ങനെ നമ്മൾ 2 റൂമാണ് അൽപേനിയയിൽ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഇവിടെ, അത് നെക്സ്റ്റ് നമ്മളെ മെയിൻ സ്പോട്ടിലുമാണ്. പക്ഷെ 2 റൂമിൻ്റെ സ്പോട്ടും അടിപൊളിയായിരുന്നു, ലൊക്കേഷൻസ് അടിപൊളിയായിരുന്നു. നമ്മളത് ഫസ്റ്റ് റൂമിൻ്റെ അടുത്താണ് ഈ ഒരു സംഭവമൊക്കെ ഉള്ളത്. ഒപ്പേറ, ടിറാന ഇന്റർനാഷണൽ ഹോട്ടൽ, പിന്നെ ക്ലോക്ക് ടവറിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് കേട്ടോ ഇത് വരുന്നത്. ഇതൊരു എക്സിബിഷൻ ഒന്നല്ല, ഇത് സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ നേരെ ഫസ്റ്റ് പ്രയോറിറ്റി ഫുഡാണ്. ഫുഡിന് ഇറങ്ങി. അവിടെ ഒരു ഷവർമയുടെ റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ നേരെ അങ്ങോട്ട് കയറി. പിസ്സ, ബർഗർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഒരു പിസ്സയും പിന്നെ 2 ലോഡഡ് ചിക്കൻ്റെ ഒരു ഐറ്റവും ഓർഡർ ചെയ്തു. എനിക്ക് പേര് മറന്നു പോയിട്ടോ. അതിൻ്റെ ചിക്കൻ്റെ സ്പൈസസ് ഒരു ഡിഫറെൻ്റ് ആണ്, ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ്. ബാക്കി കുഴപ്പമില്ല, രസം ഉണ്ടായിരുന്നു. നമ്മൾ ടേസ്റ്റ് അല്ലാന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ ലെക്കാണ്, എമൗണ്ട് ലെക്ക് അല്ലെങ്കിൽ യൂറോ. അതായത് നമ്മളെ നാട്ടിലത്തെ പോലെ ഇപ്പോൾ 1 പൗണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ 100 ലെക്കാണ്. നമ്മളെ നാട്ടിലെ 1 പൗണ്ട് എന്ന് പറയുമ്പോൾ 100 രൂപ എന്നറിയില്ല, ഏകദേശം 100 ലെക്ക് കേട്ടോ. അങ്ങനെ പിന്നെ 1 യൂറോ എന്ന് പറയുമ്പോൾ ഏകദേശം 1 പൗണ്ടിന്റെ അടുത്തും വരും. അങ്ങനെയാണ് ഇവരെ കണക്ക് വരുന്നത്. ഇതെന്താണ് ഇവിടെ 3 വേണ്ടേ എന്ന് ഉള്ളതുകൊണ്ട് എഴുതി വെച്ചിരിക്കുന്നത് എനിക്കറിയില്ല. ഒരു 2 സ്റ്റെപ്പ് കഴിയുമ്പോഴും ഇങ്ങനെ ഒരു പോസ്റ്റും ഇതുപോലെ ഒരു എഴുത്തുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കണ്ടില്ലേ, ഇതുപോലെയൊക്കെയാണ് ഇവരുടെ ലാംഗ്വേജ്. ഇംഗ്ലീഷാണ്, അതിലൂടെ കുറച്ച് എന്തൊക്കെയോ ചേർക്കണം, കുറച്ച് എന്തൊക്കെയോ കുറക്കണം. അങ്ങനെയാണ് ഇവിടെ ലാംഗ്വേജ്. നമ്മളെ പ്രോപ്പർ ഇംഗ്ലീഷ് പറഞ്ഞാൽ അവർക്ക് കൂടുതലും മനസ്സിലാവാറില്ല കേട്ടോ. അങ്ങനെ കുറച്ച് നടന്നപ്പോൾ ഒപ്പേരയുടെ ഒക്കെ അടുത്തായിട്ട് ഒരു ടീംസ് മ്യൂസിക് ബോക്സ് ഒക്കെ ആയിട്ട് മൈക്കൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ റിസയ്ക്ക് പാടണം എന്ന് പറഞ്ഞു മൈക്കിൽ. അപ്പോൾ അവരുടെ അടുത്ത് പോയി ചോദിച്ചതാണ്. അപ്പോൾ ആ നിൽക്കുന്ന ആൾ തന്നെ വേറൊരാളുടെ അടുത്ത് നിന്ന് റെൻറ്റിനടുത്ത് പാടായിരുന്നു. അപ്പോൾ അവർ തമ്മിലൊരു ഫൈറ്റൊക്കെ നടന്നു കേട്ടോ, റിസയ്ക്ക് കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട്. ഫൈനലി കൊടുക്കാമെന്ന് സമ്മതിച്ചു. പക്ഷെ അവിടെ ഒരു ട്വിസ്റ്റ് നടന്നിട്ടുണ്ട്. അപ്പോൾ ആ ട്വിസ്റ്റ് എന്താണെന്നും പിന്നെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും അൽബേനിയ ട്രിപ്പിൻ്റെ നെക്സ്റ്റ് പാർട്ടുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.